നല്ല വലുപ്പമുള്ള മീനില്ലേ മത്തി. ഇന്ന് നല്ല പുളിയുള്ള മാങ്ങയും നല്ല നാടൻ മത്തിയും കൂടെ നല്ല വലവലാന്നായിട്ട് മീൻ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് വിടാം. ആദ്യം കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. ആദ്യം കഴിച്ചിട്ട് കനവില്ല. പിന്നെ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം വില്ലേജേഴ്സ്. രുചി, തനിമ, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇന്നത്തെ പരിപാടി മത്തിയും പുളിയുള്ള മാങ്ങയും. നല്ല വലുപ്പമുള്ള മത്തിയണ്ടാ. നല്ല ഇതിനാണ് പെഞ്ഞൾ ഇത് പറഞ്ഞതിന്റെ. ഇത് തനിയില്ലേ, പൊരിച്ചെടുക്കാൻ പറ്റും. കണ്ട കണ്ട കണ്ട. ഇന്ന് നല്ല പുളിയുള്ള മാങ്ങയും നല്ല നാടൻ മത്തിയും കൂടെ ഒരു കറി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടാ? ഉണക്കമീനിലൊക്കെ മാങ്ങ സീസൺ അല്ലേ, നമുക്ക് നല്ല പുളി മാങ്ങ. ഇന്ന് നമുക്ക് ഉച്ചക്കില്ലേ നല്ല മത്തിയും മാങ്ങയും കൂടിയുള്ള നല്ല അടിപൊളി ഒരു ഊണുണ്ണല്ലേ. നല്ല പോഷക ഊണുള്ളത് പറയുന്നത് മത്തി കാണാൻ തന്നെ ചന്തമുണ്ട്. കൊട്ട് മീനും ഉടയാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകി വെക്കാം അല്ലേ. നല്ല വലവലാന്നായിട്ട് മീൻ. വെള്ളം പാറ്റിയിട്ട് തക്കാളി നന്നായി കഴുകിയെടുക്കാം കേട്ടാ മീനിലിടാനുള്ളത്. നമ്മുടെ മീൻകറി റെഡിയാക്കാൻ പോകണം. മീനും മാങ്ങയും കൂടെ ഉള്ള കറി നമ്മൾ റെഡിയാക്കാൻ പോകണ. മസാല ഒക്കെ നമുക്കിതിൽ ഇട്ട് റെഡിയാക്കാം. നമ്മൾ ചട്ടിയിലേക്ക് ഇതാ മത്തി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങ ഇടാം. ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയാണ് ഇതാ ഇടാൻ പോകുന്നത്. അരിഞ്ഞു വെച്ച മാങ്ങയാണ്. ഇതിലേക്ക് തക്കാളി ഇടാം. നമ്മൾ ഇതിലേക്ക് ഇതാ ഫസ്റ്റ് മഞ്ഞപ്പൊടി ഇടാ. നല്ല ചന്തത്തിനല്ലേ, കുറച്ചും കൂടി ഇട്ടോട്. മഞ്ഞപ്പൊടി ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി, നല്ല ചന്തവും നല്ല കളറും വരാൻ കാശ്മീർ ചില്ലി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ്. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് വിടാം. നല്ല മാങ്ങയും മത്തിയും. ഇത് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടാ? പിന്നെ ഇങ്ങനെയുണ്ട് കളറ്. ഇപ്പൊ നമ്മുടെ മസാല ഒക്കെ ഇട്ട് നമ്മുടെ മീൻ ഇവിടെ നല്ല കളറായി സൂപ്പറായി വന്നിരിക്കുകയാണ്. മീനും മാങ്ങയും തക്കാളിയും കറിവേപ്പിലയും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചങ്ങ് ഒരു 10 മിനിറ്റ് കമ്മി ചൂടിൽ വേവിച്ചെടുക്കാം. മത്തിച്ചാറ് വെക്കാൻ പോവുകയാണെ. ശരിക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴുക്കി ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. നമ്മുടെ മീനും മാങ്ങയും കൂടി സെറ്റായി വെന്ത് റെഡിയായി വന്നിട്ട് ഒന്ന് തുറന്നു നോക്കാം നമുക്ക്.
ആഹാ നല്ല മണം. എന്താ പറയാ, ആ മീനിന്റെ മാങ്ങന്റെ കൂടെ മണം നല്ല ഗുമ ഗുമാന്ന് മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോ നമ്മളിത് നേരത്തെ അരച്ച് വെച്ച തേങ്ങ, ചെറുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ അരച്ചതാണ്. ഈ അരപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തിട്ടുള്ളതാണ് അരപ്പ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരപ്പിട്ടാ മീൻ ഇളക്കാൻ പാടില്ല, ശരിക്കെ ചുറ്റിച്ചെടുക്കാനേ ചെറുതായിട്ട് പാടുള്ളൂ. മെല്ലെ ലൈറ്റ് ആയിട്ടൊന്ന് ഇറക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ട് പാകമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതങ്ങനെ ഇറക്കി വെക്കാം. വെച്ചോ. നമ്മുടെ മീൻ കറി നമുക്ക് കടുക് വറുത്തിടാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഉലുവ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി, ഉലുവയും കറിവേപ്പിലയും കൂടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് കൊട്ടാം. അപ്പൊ നമ്മുടെ മത്തിയും മാങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാം, നമ്മുടെ തേക്കിന്റെ ഇലയാണ്. നമ്മൾ അല്ലെങ്കിൽ വാഴന്റെ ഇലയാണ് കഴിക്കുക. ഇന്ന് നമ്മൾ തേക്കിന്റെ ഇലയിലാണ് കഴിക്കുന്നത്. ഒരു കഷ്ണം മാങ്ങി ഒരു പൊട്ട് ചാറും മതി. ഈ മാങ്ങയും ഒരു തുണ്ട് മീനും കുറച്ച് ചോറും ഒന്നും പറയാനില്ല, സൂപ്പർ ആയിട്ടുണ്ട്. പുളിയുള്ള മാങ്ങയും മത്തിയും സൂപ്പർ. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ പുളിയുള്ള മാങ്ങ കഴിക്കുമ്പോ ഈ മീനിന്റെ മണവും കൂടി നല്ല ഗുമ എന്ന അടിപൊളി, ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ആദ്യം കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. ആദ്യം കഴിച്ചിട്ട്